ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഡ്രിനലി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എച്ച് ഡി എൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അഥവാ ഗുഡ് കൊളസ്ട്രോൾ. പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ എച്ച് ഡി എൽ മെറ്റബോളിസം അല്ലെങ്കിൽ റിവേഴ്സ് കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. ന്യായം പറയേണ്ടത് ഇറ്റ്സ് മെയിൻ ഫങ്ഷൻ ഇറ്റ് ട്രാൻസ്പോർട്ട് കൊളസ്ട്രോൾ ഫ്രം പെരിഫറൽ ടിഷ്യൂസ് ടു ലിവർ. ഇനി എച്ച് ഡി എല്ലിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ എ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ, ട്രൈഗ്ലിസറൈഡ്സ്, കൊളസ്ട്രോൾ എസ്റ്റേഴ്സ്, അൺഎസ്റ്റെറിഫൈഡ് കൊളസ്ട്രോൾ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അപ്പോപ്രോട്ടീൻസ് വിച്ച് ആർ ApoA1, ApoA2, ApoC ആൻഡ് ApoE are present. അതായത് നമുക്ക് എയ്സ് എന്ന കോഡ് വെച്ച് ഇത് ഓർത്തിരിക്കാം, ACE. ഇനി നമുക്ക് മെറ്റബോളിസം ഓഫ് എച്ച് ഡി എൽ നോക്കാം. ആദ്യം തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എച്ച് ഡി എൽ പറയണം. ആദ്യം സിന്തസൈസ് ചെയ്യുന്ന എച്ച് ഡി എൽ ആണ് നേസൻ എച്ച് ഡി എൽ, വിച്ച് ഈസ് ഡിസ്കോയിഡൽ ഇൻ ഷേപ്പ് ആൻഡ് ഇറ്റ് ബിക്കം സ്പെറിക്കൽ ഫോംസ്, ദാറ്റ് ഈസ് HDL3 ആൻഡ് ഫൈനലി ഇറ്റ് ബിക്കംസ് HDL2. ആദ്യം തന്നെ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്സ് ഓഫ് സിന്തസിസ് പറയാം. എച്ച് ഡി എൽ കമ്പോണൻസ് synthesized by the intestinal cells and release nascent HDL, and free cholesterol from the peripheral tissues are taken up by the HDL. These cholesterol efflux from cells to HDL occurs by following three mechanisms. First one is passive diffusion along the concentration gradient. അതായത് സെൽസിൻ്റെ അകത്ത് ഇൻട്രാ സെല്ലുലാർ കോൺസെൻട്രേഷൻ കൊളസ്ട്രോൾ ഹയർ ആണ്, അതുകൊണ്ട് പാസീവ് ഡിഫ്യൂഷൻ നടക്കും. ഇനി സെക്കൻഡ് മെക്കാനിസം ഈസ് കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ട് mediated by an ATP binding cassette protein, and third one is by a scavenger receptor SRB1. ഇങ്ങനെ ഫസ്റ്റ് ഉണ്ടാവുന്ന ഫോമാണ് നേസൻ എച്ച് ഡി എൽ. അതൊരു ഡിസ്കോയിഡൽ ഫോമാണ്. കൊളസ്ട്രോളും ഫോസ്ഫോലിപ്പിഡ്സും ആഡഡ് ടു ApoA1 by ABC protein and which contains ApoA1, phospholipids and non-esterified cholesterol. The ApoA1 of nascent HDL activates an LCAT enzyme, that is lecithin cholesterol acyl transferase, which transfers a polyunsaturated fatty acid from the lecithin to cholesterol, forming a esterified cholesterol, which are hydrophobic in nature, which moves into the interior of the HDL disc and finally forms a spherical HDL called HDL3. And these mature HDL spheres taken up by the liver cells by ApoA1 mediated receptor mechanism, and HDL taken up by hepatic scavenger receptor B1. And in the liver cells, hepatic lipase hydrolyze these HDL and release phospholipids, triacylglycerol, cholesterol esters into the liver cells. ഇനി നമുക്ക് ഫേറ്റ് ഓഫ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ നോക്കാം. സോ കൊളസ്ട്രോൾ ഈസ് യൂസ്ഡ് ഫോർ ദി ബൈൽ ആസിഡ് സിന്തസിസ് ഓർ ഇറ്റ് എക്സ്ക്രീറ്റഡ് ആസ് സച്ച് ത്രൂ ദി ബൈൽ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദി സിന്തസിസ് ഓഫ് സം സ്റ്റിറോയിഡൽ ഹോർമോൺ. ഇനി HDL3 in circulation എന്താന്ന് നോക്കാം. These cholesterol esters from HDL is transferred to VLDL, IDL, LDL by a cholesterol ester transfer protein, and triacylglycerol from VLDL, IDL and LDL transferred to HDL in exchange for cholesterol esters, and finally a triacylglycerol rich spherical HDL is formed, which is called HDL2. The hepatic triglyceride lipase acts on HDL2 and taken up by the scavenger B1 receptors of liver. നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. സോ ആദ്യം ഇൻഡസ്റ്റൈനിൽ ഡിസ്കോയിഡൽ അല്ലെങ്കിൽ നേസൻ എച്ച് ഡി എൽ സിന്തസിസ് ചെയ്യും. പിന്നെ പെരിഫറൽ ടിഷ്യൂസ് ലൈക്ക് ഹാർട്ടിൽ നിന്നും ബ്ലഡ് വെസലിൽ നിന്നും കൊളസ്ട്രോൾ ഉണ്ടാവും. LCAT എൻസൈം വഴി കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് ഉണ്ടാവും. ഈ കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് ഡിസ്കോയിഡൽ എച്ച് ഡി എല്ലും കൂടി ചേർന്ന് ഒരു സ്പെറിക്കൽ എച്ച് ഡി എൽ ഉണ്ടാവും. ഈ സ്പെറിക്കൽ എച്ച് ഡി എല്ലിനെ ലിവർ അപ്ടേക്ക് ചെയ്യും.
എന്നിട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി സിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ ആൻഡ് സം ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ ദി ബൈൽ ആസിഡ്സ്. ഇനി നമുക്ക് മേജർ ഫങ്ഷൻസ് ഓഫ് HDL നോക്കാം. ഇറ്റ് ട്രാൻസ്പോർട്ട് കൊളസ്ട്രോൾ ഫ്രം പെരിഫറൽ ടിഷ്യൂസ് ടു ലിവർ ആൻഡ് ഓൾസോ യൂസ്ഡ് ഫോർ സിന്തസിസ് ഓഫ് ബൈൽ ആസിഡ് ആൻഡ് സ്റ്റിറോയിഡൽ ഹോർമോൺ. ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കാം. HDL ഈസ് ആൻ ആൻറ്റി എത്തറോജനിക്, അതുകൊണ്ടാണ് ഇതിനെ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇത് എത്തറോസ്ക്ലിറോസിസ് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ക്ലിനിക്കലി HDL ലെവൽ ബിലോ 35 milligram per deciliter of blood increase risk of coronary artery diseases, and above 60 milligram protects from coronary arterial diseases. So thank you.